എടാ ഞാനേ ടിവിയിലെ ബുദ്ധിയില്ലാത്തൊരുതിനെ പറ്റിച്ചിട്ട് വരാം. ഇപ്പൊ വരാം. ചന്ദ്രബോസ് ഇവിടെ ഡിസ്കൗണ്ടോളാണ് ലൈവ് ഇട്ടാ ചോക്കി. 2 പെഗ് കിട്ടും. എടാ ഞാൻ പൊട്ടിച്ചിട്ട് പോലല്ലോ. ഫ്ലെക്സിംഗ് ആണ്. ഫ്ലെക്സിംഗ് അല്ല, ഇത് ഞാൻ മേടിച്ചാണെങ്കിൽ ഫ്ലെക്സ് ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തർ തരുന്നതാ. മഴയുള്ളപ്പോഴും മഴയില്ലാത്ത മഴ. അങ്ങനല്ല. സൂൺ വിനീതേട്ടന്റെ അവസ്ഥ. ആഫ്റ്റർ ഗോയിങ് ടു ജിം. ഞാൻ ഇവിടെ നിക്കുന്നവനെ കണ്ടൂടെ? നിന്നെ വിളിച്ചിട്ടാ ഫോൺ എന്തി? ഫോൺ ഞാൻ ഇന്നലെ അങ്ങ് ഞെക്കി പൊട്ടിച്ചോളാം. ദേഷ്യം സൗണ്ട് എന്തിനാ തൊണ്ടയടപ്പ? സൗണ്ടൊക്കെ മാറി കൂട്ടുകാരാ, ഇനി പലതും മാറും. നീ നിനക്കെന്തിപ്പോ കുറച്ചു ദിവസമായിട്ട് മാറ്റം? മസിലുള്ളവനായി ജനിച്ചു പോയില്ലടാ, എന്ത് ചെയ്യാനാ? ആണാളെ പോയി ചായ കുടിച്ചിട്ട് വരാം. കൈയെടുക്കടാ, മസിൽ ടച്ച് ചെയ്യാതെ. അല്ലെങ്കിൽ നീ പോയി ഒരു ചായ വാങ്ങിച്ചിട്ട് വാ, ഒരു ഏത്തപ്പഴവും. ഞാൻ മേടിച്ചോണ്ട് വരാം. ഒരു കാര്യം ചെയ്യ, ഹാഷറിനെ ഒന്ന് വിളി, അവ ഇപ്പം വരാന്നോ? അവൻ വരില്ല. ഞാൻ ഇന്നലെ എന്റെ വെട്ടൊന്ന് അവന് കാണിച്ചു കൊടുത്തു. അവൻ പേടിച്ചു പോയി കാണും. എന്റെ വെട്ടാ? എന്തൊരു വെട്ട്? ആ വെട്ടല്ലടാ, ഈ വെട്ട്. ഞാനിങ്ങനെ ചീപ്പായിട്ട് ഫ്ലെക്സ് ചെയ്തില്ല കേട്ടോ എന്റെ മസിൽസില്. ഞാൻ തന്നെ ഇപ്പൊ തന്നെ നോക്കുന്നത്, ഞാൻ മൊത്തത്തിൽ കവർ ചെയ്തിട്ടേക്കും. എനിക്ക് കാണിക്കാൻ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. ലൈക്ക് നിങ്ങളുടെ അടുത്ത് ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിലായിരിക്കും ഞാൻ എന്റെ ബോഡി എക്സ്പോസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് ബൈസെപ്സ്. ഞാൻ ഇപ്പൊ വരാമേ. എടാ നമ്മുടെ അജിനെ ചെറിയ എന്തോ ഒരു കുഴപ്പം പോലെ കേട്ടാ, സംസാരവും നടത്തവും കുഴപ്പമായിട്ടൊന്നും ഇല്ലടാ. കുഴപ്പമായിട്ടൊന്നും ഇല്ലടാ. കുഴപ്പമുണ്ട്. അജിനല്ലേ ആന്റി? അജിനേ സത്യം കേട്ടാ, ഞാനൊരു സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജിമ്മിലൊക്കെ പോകുന്ന ആദ്യത്തെ ഒരു 2 ദിവസം ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടാ, നമ്മളൊരു പുതിയ ജിമ്മിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. പുതിയ ജിമ്മിൽ നമ്മളൊരു ട്രെയിനറൊക്കെ എടുത്ത്, പേഴ്സണൽ ട്രെയിനറോ ആയിക്കോട്ടെ, അല്ലെ എന്തോ ട്രെയിനറോ ആയിക്കോട്ടെ, ട്രെയിനറൊക്കെ എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പാട്ടൊക്കെ, മറ്റേ ഇംഗ്ലീഷ് പാട്ടൊക്കെ വരും, മറ്റേ പമ്പിങ് സോങ്സ് ഒക്കെ വരും കേട്ടാ. പക്ഷേ ഒരു 3 ദിവസം 4 ദിവസം കൂടി ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ ട്രെയിനറൊക്കെ ആയിട്ട് നമ്മളൊരു കമ്പനിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്മദറാസ ഇത് തന്നെ എല്ലായിടത്തും. എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. ഇന്നിവിടെ ഡാഡി മമ്മി തുടങ്ങി. ഇന്ന് എവിടെ ഡാഡി മമ്മി തുടങ്ങി, ഞാൻ ലാസ്റ്റിൽ പോയി മാറ്റിച്ച്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മൂഡ് പോകും. ഓരോ പാട്ടും കേൾക്കേണ്ട ഒരു ഒക്കേഷൻ ഉണ്ടല്ലോ. പമ്പിങ് സോങ്സ് കേട്ട് കഴിഞ്ഞാൽ നിന്ന് അടിക്കുക. മനസ്സിലായ? അത് ആ വൈബ് വേറെയാണ്, ഈ വൈബ് വേറെയാണ്. ലിക്കർ ഷെൽഫ് സെറ്റായ വേണം? ഇല്ല, സെറ്റാവുന്നതേ ഉള്ളൂ, സെറ്റായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കേരള സ്റ്റാർ ഒപ്പി തലയില് ഈ പുഞ്ചവെള്ളത്തിന്റെ അമര എങ്ങനെയാണ് വന്നത്? ഡൗട്ടാണ്. സ്പൈക്കാണോ സ്റ്റൈലാണോ അതോ? ഇതെന്റെ ട്രേഡ് മാർക്കാണ് മിസ്റ്റർ, താനിങ്ങനെ കുറ്റം പറയല്ലോ. ഞാൻ പണ്ട് KVയുടെ സെക്യൂരിറ്റി ആണ്, നിങ്ങൾക്കറിയാം. ഓ അതാണല്ലേ ഈ പച്ചമയം. സെക്യൂരിറ്റിയിൽ എത്ര രൂപ ശമ്പളം കിട്ടും? പച്ച തലമുടി സെക്യൂരിറ്റി അല്ല, പിന്നെ ഓ നിങ്ങളെ ഇവൻ പോട്ടെ പച്ച. ഇവൻ സെലക്ഷൻ കിട്ടാൻ വേണ്ടി പച്ച ഇട്ടിട്ട് വന്നേക്ക്. പച്ച ചുണ്ട് അത് കണ്ട പച്ച കേവിയുടെ ഇതാട്ടാ. കേവിയുടെ ഇതില് മൊത്തത്തിൽ പച്ചയായിട്ട് പോയ ഇംപ്രസ് ആവുന്ന വിചാരിച്ചു. നോക്ക്, മീശ വരെ പച്ചയുടെ. പെട്ടെന്ന് കേറാല്ലോ, പച്ചനെ നോക്കിയടാ. ഇതൊക്കെയാണ് പിക്കപ്പ് ലൈൻ. നിനക്ക് ഇരിക്കട്ടെ ഒരു കിസ്. തലയിൽ തേക്കാൻ വിക്സ്.
തലയില് വിക്സോ നെറ്റിയിലെ ഭാഗത്തേക്കണ്. തലേ തേക്കാൻ വിക്സ്, ഇവനാണോ വാവേന്ന് വിളിക്കുന്നത്? വെടിവെക്കാൻ വേണ്ടി വിളിച്ചോണ്ടോ പട്ടി. തലേ തേക്കാൻ വിക്സ്, ദേഹത്ത് തേക്കാൻ ലെക്സ്, നിനക്കിരിക്കട്ടെ ഒരു കിസ് വാവേന്ന്. അടിക്കുവന് മറ്റേ മെമ്പേഴ്സ് ലിസ്റ്റ് എവിടെടാ? ബെഞ്ചിലിരുത്തണവൻ. ഇവൻ ബെഞ്ചി പോലും ഇരുത്താൻ അർഹതയില്ല. ബെഞ്ചി പോലെ ഇരുത്തുള്ള അർഹത ഇവനില്ല. തീട്ടായി. മോർണിംഗ് ബി ലൈക്ക്, ഈവനിങ് ബി ലൈക്ക്. ഓ രാവിലെ സ്പോട്ടിഫൈ എൻ്റെ നല്ല രണ്ടാമത്തെ പാട്ട് അവർ ഡിലീറ്റ് ആക്കി കളഞ്ഞുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്, പയ്യെ ചെയ്യാം. സുന്ദരൻ ബ്ലൈൻഡ് സാത്താൻ. ഓ ഈ സമയം ഇതായിരുന്നു സാത്താന്റെ കറക്റ്റ് വണ്ണം. ഇത്രയും മതി. കറക്റ്റ് ദിവസം എനിക്ക് ആ കോളേജിൽ പോകണ്ടെന്ന് ചോദിക്കി. എന്നെ വിളിച്ചായിരുന്നു സാത്താൻ. എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഏണീന്ന് വീണ് അറിഞ്ഞില്ലേ? ഫ്രണ്ട് രീതിയിൽ ചന്തിക്ക് ലോഡ് അമ്പു. ഫിൽട്ടർ പട്ടി ലോഡമ്പോ യേശുവിന്റെ സാദൃശ്യം ഉണ്ടെന്നാണ് പറയണത് അമ്പത്തൂരിന്. അത് ഏത് ഫിൽട്ടറാണെന്ന് ഞാൻ പറയണില്ല കേട്ടാ. ഉള്ള ടർഫ് കൂടെ പോകുന്നു. അവ ഇല്ലെങ്കിൽ പോയ ഏറെ പിള്ളേരുണ്ട്, മനസ്സിലായ? എണ്ണ കൊള്ളാമോ? ഏവർക്കും ഹാർദമായ സ്വാഗതം. ഫയർ ഡാൻസ്. ശരി. എൻജോയ് ദ ടാക്ക്, ഡോണ്ട് സ്കിപ്പ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരോട് സംസാരിക്കാൻ എല്ലാരും ഇങ്ങനെ ഒന്നും മനസ്സിലാകത്തില്ലടാ. എടാ ഗോകു 5002 മൈനാണെങ്കിൽ ഒന്നും തരുന്നില്ലടാ. ആരാ നീ? എടാ ഗോകുവേ, എനിക്കറിഞ്ഞൂടാ. ഡിലീറ്റ് ചെയ്യ്. എനിക്ക് മനസ്സിലായി. ഞാനവിടെ നോക്കിയില്ലല്ലോ. ഇനി പിള്ളേരെടുത്ത് റെഡിയായിരുന്നു. നോക്കാം. എന്തൊരു ചോദിക്കാൻ കണ്ടില്ല. അടിക്കുന്നത് ഇതൊക്കെ എന്തിനു? ശരിക്കും പഠിക്കാം. ഇത് എല്ലായിടത്തും ഉള്ള കല്യാണം കഴിഞ്ഞ 2 മാസം എപ്പോഴും പെണ്ണ് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ചന്തിക്ക് അടിക്കണം. എന്തൊരു ചോക്കി പറയണേ? അങ്ങനൊന്നുമില്ല. എടാ അങ്ങനെ ഉണ്ടടാ. ചന്തിക്ക് അടിച്ചാ സ്നേഹം പ്രകടിപ്പിക്കുന്ന വെളി രാജ്യങ്ങളിലൊക്കെ. എന്നിട്ട് കുഞ്ഞായി കഴിയുമ്പോ ചന്തിക്ക് അടിക്കത്തില്ല ഭർത്താവ്. അപ്പൊ ഭാര്യക്ക് മനസ്സിലാവും സ്നേഹം പോയെന്ന്. മനസ്സിലായോ? റീലൊന്നും കാണാറില്ലേ? മനസ്സിലായി. അപ്പൊ കല്യാണം കഴിഞ്ഞ ആദ്യം ചെയ്യേണ്ടത് ചന്തിക്ക് അടിക്കണം. നോർത്ത് ഇന്ത്യൻ റീൽ ഏതോ കണ്ടിട്ടിരിക്കുക. എന്റെ പൊന്നു ജോക്കി, നമ്മുടെ ആടെ ഇപ്പൊ എപ്പോഴേ റീല് ചെയ്യാൻ തുടങ്ങിയ എണ്ണ. നമ്മുടെ അണ്ണ എപ്പോഴാ റീൽ ചെയ്യാൻ തുടങ്ങിയ എണ്ണാന്ന്. ഓക്കെ ജോക്കി ഒരു ഫിൽട്ടർ ഒക്കെ ഇട്ടാ ജോക്കി ഇങ്ങനെ ഇരിക്കും ജോക്കി. പക്ഷെ ബോഡിയും കൂടെ സെറ്റ് ആക്കണം ജോക്കി ഒരു ദൃഷ്ടദ്രുമ്മനാണ് ഇപ്പൊ. ചാടി അതാ പറഞ്ഞേ. അപ്പൊ ജോക്കി ബോഡിയൊക്കെ സെറ്റ് ആക്കി ഒരു ഫിൽട്ടർ ഇട്ടാ ജോക്കി ജോക്കി കിട്ടില്ല കേട്ടാ. വാശു നീ സൂപ്പറാടാ. കൊള്ളാം കേട്ടാ, കൊള്ളാം. കിട്ടില്ല സാധനം. ഡിസ്കോഡ് ഡേ എണ്ണയ്ക്ക് ഈകള് ലൈവ് വന്നു. വ്യൂവർ ആണ്ടവാ കണ്ടാ. ഹിപ്സ്റ്റർ ന്യൂ വീഡിയോ ലൈവിൽ റിയാക്ട് ചെയ്യ്. സ്പാം
ലൈവ് വന്നു വ്യൂവർ ഉണ്ടാവുക. ഒരു വീഡിയോ മാത്രമല്ലല്ലോ ഇവിടെ വരുന്നത്. എലിയുടെ വായ് പൊട്ടിച്ച്. ലിപ്സ്റ്റിക്കുകൾ പ്രാണികളുടെ ചോര കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾക്കറിയോ? പലർക്കും ചുണ്ടുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയായിരിക്കും ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ചുവന്ന ലിപ്സ്റ്റിക്. എന്നാൽ ഈ ചുവന്ന ലിപ്സ്റ്റിക്കുകൾ പല ചുവന്ന ലിപ്സ്റ്റിക്കുകളും ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉപയോഗിക്കുന്നത് കള്ളിമുൾ ചെടികളിലും മറ്റുമെല്ലാം കാണപ്പെടുന്ന കോച്ച്നിയൽ എന്ന പേരുള്ള പ്രത്യേക തരത്തിലുള്ള പ്രാണിയുടെ ചോരയാണ്. കൃത്രിമമായി ചുവന്ന നിറം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത് കാര്യമായിട്ട് ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരു ആയുഷ്കാലത്തിനിടയിൽ വാ പറഞ്ഞിട്ടില്ല, ചുണ്ട് കാണിച്ചിട്ടില്ല ഏട്ടാ. ഡെയിലി ലിപ്സ്റ്റിക് എല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ എത്രത്തോളം ലിപ്സ്റ്റിക് ചുണ്ടിൽ തേക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ വയറിലേക്ക് എത്തുന്നുണ്ടെന്നൊരു കാര്യം നിങ്ങൾക്കറിയാം? അത് 2 മുതൽ 4 കിലോഗ്രാം വരെയാണ്. ഫുൾ ടൈം ലിപ്സ്റ്റിക് തേച്ചുകൊണ്ട് മാത്രം പുറത്തിറങ്ങുന്ന വല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരൊന്ന് മെൻഷൻ ചെയ്യുക, വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. റിയാക്ഷൻ ഇല്ല, ഇതോടെ റിയാക്ഷൻ അതായത് ബ്രൈറ്റ് ഫോക്സ് ലിപ്സ്റ്റിക് ഒന്നും ഇടത്തില്ല. തിന്നും, ലിപ്സ്റ്റിക് തിന്നും. പല്ല് വരെ ചുമന്നായിരിക്കണം, പല്ല്. അപ്പൊ ഈ ചന്തി കടിക്കുന്നതൊക്കെ ഒരു ചടങ്ങാണല്ലേ? ആ, ഇത് ചടങ്ങാന്നാണ് ജോക്കി പറയണത്. ഞാൻ പ്രാണിയായിട്ടുണ്ടാണ്, എന്നാലും എനിക്ക് പ്രശ്നമില്ല. ഞാനൊരു ലിപ്സ്റ്റിക്കിന് അഡിക്റ്റഡ് ആയിപ്പോ. എനിക്കിതില്ലാതെ ഇപ്പൊ എനിക്ക് ചോറ് നിങ്ങൾ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇതൊക്കെ കഴിച്ചോളാം. ഇതിനകത്തിന് വേറെ ചോറിലോ കുഴപ്പമില്ല. എന്ത് സാധനം വന്നാലും നീയൊക്കെ ചിരിക്കണം. നിനക്കൊക്കെ മനസ്സുഖമല്ലേ? മനസ്സുഖം. നിനക്കൊക്കെ ഇതൊക്കെ ഇട്ട് എന്നെ മനസ്സിലായിട്ട് തളർത്തി പണ്ടാരടക്കാനുള്ള ഇങ്ങനെയൊക്കെ നോക്കിയ കേസ് ഉണ്ടല്ലോ, നമുക്ക് ഒരു സാധനം പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ലൈക്ക് അറിയാവുന്നവരുണ്ടാവാം. മോസ്റ്റ് ഓഫ് ദ എനർജി ഡ്രിങ്ക്സിനകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കാളയുടെ സ്പേമാണ്. അതിലെ സയന്റിഫിക് നെയിമാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്, ടൊറൈൻ എന്ന്. അതിൻ്റെ ആ ടൊറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഒരു കാളയുടെ സ്പേമാണ്. കാളയുടെ സ്പേമാണ് ഈ പറയുന്ന റെഡ് ബുള്ളിലും മോൺസ്റ്റർ എനർജിയിലും ഇതിനകത്തെല്ലാം കാണപ്പെടുന്നത്. അങ്ങനെ നോക്കാനാണെങ്കിൽ നമുക്ക് എന്ത് സാധനം കഴിക്കാൻ പറ്റും? ഈ ലോകത്തുള്ള എല്ലാ വിഷമാണ്. ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല, എല്ലാത്തിലും ഉണ്ടാവും അതും ഇതൊക്കെ വിഷമായിട്ടും അല്ലെങ്കിൽ നമുക്ക് അറപ്പായിട്ടുള്ള സാധനങ്ങൾ കുറേ കണ്ടന്റുകൾ ഉണ്ടാവും. എന്ന് കരുതി അത് നേരിട്ട് ഒരു സാധനത്തിനകത്ത് ഒഴിക്കുക എന്നുള്ളത് ഒരു കെമിക്കൽ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടേ വെളിയിൽ വരത്തുള്ളൂ. സീരിയസ് ആയിട്ട് തമാശയല്ല. റെഡ് ബുള്ളിലും ഇതിനകത്തും എല്ലാം മോസ്റ്റ് ഓഫ് ദ എല്ലാ എനർജി ഡ്രിങ്ക്സിലും ഉള്ളൊരു സാധനം അത് തന്നെയാണ്. ചെറുതായിട്ടൊന്ന് നോക്കിയതാ പ്രൈഫ്. പക്ഷെ സ്റ്റിൽ ഞാൻ കുടിക്കാറുണ്ട്. ചെറുതായിട്ടൊന്ന് നോക്കിയതാ. താങ്കൾക്കെതിരെ കേസ് കൊടുക്കാൻ താങ്കൾക്ക് എതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോയി. എന്താ വീഡിയോ തോന്നുന്നു. 40 rupees സൂപ്പർ ചാറ്റ് ചെയ്തിട്ടാണോ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നത്? ഓക്കെ, എന്റെ ഹൃദയം മോഷ്ടിച്ചതിന് അവന്റെ അൾട്ടിമേറ്റ് ക്രിഞ്ച് പട്ടി സൂപ്പർ ചാറ്റ് ചെയ്ത കോഴി. ജോക്കി 40 രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് പറയാ കേസ് കൊടുക്കാൻ പോവാ. എന്നിട്ട് അടുത്ത സൂപ്പർ ചാറ്റ് പറയാ എന്റെ ഹൃദയം മോഷ്ടിച്ചതിനെന്ന്. മോഷ്ടിച്ചതിന് അവനെതിരെ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന്. എന്നാ കിഡ്നി മോഷ്ടിക്കാടാ. അതാകുമ്പോ ഒരു വിലയെങ്കിലും ഉണ്ട്, എനിക്ക് കുറച്ച് നേട്ടമെങ്കിലും ഉണ്ട്. നിന്റെ ഹൃദയം കൊണ്ട് ഞാനിത് ഇവിടെ പോവാനാ പണ്ടാറടങ്ങാൻ. എങ്ങനെ ഇരിക്കണം? അപ്പൊ അതിലും വലിയ ഇവളോടാണല്ലോ ആ സൂപ്പർ ചാറ്റ് ചെയ്ത് അവൻ ആലോചിക്കുന്നുണ്ടാവും. ലൈസൻസ് ഹോമി ബിഫോർ ഗോഡ് ബൈ ദ ലൈസൻസ്ലെസ് ഹോമി ബിഫോർ ഗോഡ് ബൈ ദ ാണോ വണ്ടി ഓടിക്കണേ? ഒരു വർഷം തേരാ പാര നടന്ന് ഒരുത്തരല്ലേ ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ അടുത്ത് ലൈസൻസ് ഉണ്ടാകുന്നു? ഒരിക്കലും ഞാൻ മറ്റേ തെന്നി മാറുന്ന ടൈപ്പാണ്. അതൊരു സത്യമാണ്. കുറ്റബോധം. മൈ ഫീലിംഗ് ആഫ്റ്റർ എവരി
കഴിഞ്ഞ കഴിയുമ്പോ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. റിലേറ്റബിൾ ആണോ ജോക്കി? എന്തോടാ? ഒന്നുമില്ല. എടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഹോമി ആഫ്റ്റർ ന്യൂ ഇയർ പാർട്ടി. എടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ല നീ ഇങ്ങോട്ട് വന്നേ. അത് റിലേറ്റബിൾ ആണ്. ഇതിനല്ലേ റിയാക്ഷൻ കൊടുക്കുന്ന? ഈ എക്സ്പ്രഷൻ ഞാൻ അവന് വേണ്ടി ഇടുന്നതായിരിക്കും. അവന്റെ നാടത്തോസം എന്നുള്ള അവസ്ഥ ഓർത്തിട്ട് ഞാൻ പറയണമായിരിക്കും. ഓ എന്റെ അമ്മ എന്നെ ഓർമ്മിക്കല്ലേ എന്റെ അമ്മച്ചി. പടാ വെള്ളം ബാബു പോയി. ഞാൻ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വാ. ബാക്കിലോട്ട് നോക്കടാ. എന്തൊരു കോലം! ഇതേ കോലത്തിൽ നമ്മൾ കണ്ടേ. അണ്ണ ഏത് കരയ്ക്ക് അടിഞ്ഞത് സുനാമി വന്നപ്പോ? ഞാൻ എവിടെയോ അടിച്ചതാ. ഞാൻ ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇങ്ങനെ ഇരിക്കണേ മലരെ ഗട്ടിക്കാതെ തറ ഒരുപാട് ഇതൊക്കെ ഇവനെ ശ്രദ്ധിക്കുവേണ്ട. മണ്ണ് കയറിയിരിക്കുന്നു. അത് മണ്ണല്ല. രാമയ്ക്ക് മുന്നേ വരുന്നത് ഇത്രയും മണ്ണില്ലായിരുന്നു. ബ്രോ പറഞ്ഞ കാര്യം ഫോൾസ് ആണ്. അത് ഫേക്ക് ന്യൂസാ. കൊറേ നാള് വരെ ഞാനും അതാ വിശ്വസിച്ചേ. ഫേക്ക് ന്യൂസാ? ഒരു മിനിറ്റ്. ഞാനിത് എവിടെ വായിച്ചിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നോക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെൻഡ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം. നമുക്ക് അടുത്ത ലൈവിൽ തിരുത്താം. ഇവള് വളവള ആയിക്കിട്ട് എനിക്ക് തെരിയല്ലേ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഉണക്കാക്ക ഞാൻ ഒരു പാട്ട് പാടുറേ. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടട്ടെ. നെഞ്ചക്കൾ പെയ്തിടുമാ മഴേ പൊൻവണ്ണം സൂടിയ കാലിടൈ പെണ്ണേ നീ കാർഗിലേ പെണ്ണേ നീ കാഞ്ചനൈ പെയ്തിടുമാ മഴേ. അറിയില്ലല്ലോ എന്തിനാ പറയണേ. എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് നിങ്ങൾ ഈ ചാറ്റിനകത്തുള്ള വേറെ ആരും കേട്ടിട്ടില്ല ഇതുവരെ? റെഡ് ബുള്ള് പോലത്തെ ഇതിനകത്ത് എനർജി ഡ്രിങ്കിനകത്തൊക്കെ അതായത് കാളയുടെ സ്പേമാണ് ടൊറൈൻ എന്ന് പറയുന്ന കണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. ഞാൻ അറിയാവുന്ന കാര്യമാണ്. മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് നാളെ നോക്കിയിട്ട് അത് ഞാൻ ലൈവിൽ തന്നെ പറയുന്നതായിരിക്കും. എൻ്റെ സൈഡിൽ നിന്ന് ആർക്കാണ് മിസ്റ്റേക്ക് പറ്റാത്ത. ലൈക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കിയിട്ട് പറയാം. കേട്ടിട്ടുണ്ട്. യെസ് ഉണ്ട്. കണ്ട ഏറ്റവും കൂടുതൽ എസ് ആണ് ഇവിടെ. യെസ് ഞാനും കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കുറേ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേട്ട ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറയാം. ഡീലർഷിപ്പ് വരെ വിടാവോ? ഡീലർഷിപ്പിൽ പുതിയ വണ്ടിയല്ലേ വന്നിട്ടുണ്ടോ? ഓ ശരി. ഒരു വാല്യൂ വരാൻ വാങ്ങിരാ കടം പറഞ്ഞു തരുമോ അവര്? തുപ്പി തരുന്നോ അങ്ങനെ പറഞ്ഞു. ഇതാണ് എന്താ ചോക്കി? ടൊറൈൻ ബുള്ളിന്റെ സീമനിങ് എടുക്കുന്നേ ആണോ? അതൊരു എന്താ പറയാ, അത് വേറെ കൂടെ എല്ലായിടത്തും കിട്ടും. പക്ഷെ അത് ബുള്ളിന്റെ സീമനിലും ഉണ്ട്. റെഡ് ബുൾ
നമുക്ക് നോക്കാം, നമ്മളൊരു പറഞ്ഞ കാര്യമില്ല, നോക്കി നോക്കാം. ജോക്കി ഇതിലാണോ നോക്കി? ഒന്ന് കാണിച്ചേ. ഞാൻ മൊബൈലിലാണ് നോക്കിയേ. മൊബൈലിലാണോ നോക്കിയേ? ഞാനത് ഇതുപോലെ കണ്ടിട്ടുണ്ട് കഴിച്ചു, എവിടെയോ വായിച്ചിട്ടുണ്ട്, എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞത്. കണ്ട ഇത് നോക്കി, ഇത് കണ്ട ലൈക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ ഇത് കണ്ടോ, ആ ആർട്ടിക്കിൾ തന്നെ അതാണ്. റെഡ് ബുൾ ഡസ് നോട്ട് കണ്ടെയ്ൻ ലൈക്ക് ഇത് നോക്ക്, ഈ ആർട്ടിക്കിൾ കണ്ടോ, ഫാക്ട് ചെക്ക്, റെഡ് ബുൾ ഡസ് നോട്ട് കണ്ടെയ്ൻ ബുൾ സ്പെയിം. ലൈക്ക് അതുണ്ടോ ഇല്ല എന്നുള്ളൊരു ആർട്ടിക്കിളാണ്. അത് എന്താണെന്ന് നോക്കിയിട്ട് വായിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാധനം എന്തായാലും കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ട്. അതുപോലെ കേട്ട ഒരാളാണ് ഞാനും, അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ മിത്ത്. ചിലപ്പോൾ ആയിരിക്കാം. പണിയെടുത്തിട്ട് ജീവിക്കണം. വണ്ടി ചേട്ടൻ വില നോക്കിട്ട് പോവാലോ. 1,20,000 രൂപയോ? വാട്സപ്പ് അമ്മേടാ അങ്ങനല്ലടാ, അത് നേരത്തെ വായിച്ചിട്ടുണ്ട്, അത് അങ്ങനെ പറഞ്ഞതാണ്, അതല്ല ഇതല്ല. ഇങ്ങനെ ഇരിക്കണേ മലയാളി ജട്ടിക്കാതെ തറയിൽ ഒരുപാട് മണ്ണ് കയറിയിരിക്കുന്നു. അത് മണ്ണല്ല. ചന്ദ്രൻ എന്നെ പോക്കാനൊരു അവസരം കിട്ടിയപ്പോഴത്തേക്കിന് കിടന്നങ്ങ് വാ തുറന്ന് ജീവിക്കണം. സുനാമിക്ക് മുന്നേ വരെ ഇത്രയും മണ്ണില്ലായിരുന്നു ചന്ദ്ര. എന്തായാലും ഇത്തിരി മണ്ണുണ്ടെന്ന് നന്നായി. ഗ്യാങ്സ് കോൺക്രീറ്റിന് വേണം നടന്ന. ഏതായിരിക്കും? അന്നിപ്പോ പറ്റില്ല, പറ്റില്ലേ? ഇല്ല, ഒന്നും പറ്റില്ല. ഇറങ്ങി കയറുന്നു. എഫ് ഞെക്കി പിടിച്ചാണ്. അപ്പുറത്ത് അത് മറ്റേ ഇതിന്റെ അകത്ത് കയറാനുള്ള സ്വിച്ച് ഒന്ന് ഞെക്കി പിടിച്ചാണ്. മസിലാണ് കൈ. മസിൽ ഞെക്കി പിടിച്ചോ. നിർത്തല്ല, ഞെക്കി പിടിച്ചു. എങ്ങനെയുണ്ട്? ഇത് വിഷയട്ടാ. ഇതുപോലെ എന്തൊക്കെ പഠിക്കാൻ കിടക്കും. അത് FBL സ്പ്രെഡ് ആയ ന്യൂസാണ്. ടൊറൈൻ വാസ് ഫൗണ്ട് ഇൻ ഓക്സ്, ബട്ട് ഈ കമ്പനീസ് യൂസ് ചെയ്യുന്നത് സിന്തറ്റിക്കലി മെയ്ഡ് ടൊറൈൻ ആണ്. ഓക്കെ, അപ്പം കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് സിന്തറ്റിക്കലി മെയ്ഡ് ആയിട്ടുള്ള ടൊറൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൽ നല്ല യൂസ് ചെയ്യുന്നതെന്നാണ് ഇവർ പറയണത്. സോ അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞൊരു ഇൻഫർമേഷൻ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. കഴിഞ്ഞല്ലോ, പ്രശ്നം സോൾവ്. എനിക്ക് പറ്റണില്ല. അവളാണ്. ഓ, ഇവനെയും ഇതായിരുന്നല്ലേ. ലീവ് ദ ടോപ്പിക് വാസ് ലീവ് അഡ്മിൻ ബാബുവാണ്, അഡ്മിനുമാണ്, ദൈവമാണ്. എനിക്ക് ചുമ്മാ എന്നെ ഞാൻ കിട്ടിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പോപ്പോയ് ദ സെയിലർമാനകത്ത് സ്പിനാച്ച് കഴിക്കൂലേ? സ്പിനാച്ച് കഴിച്ച് കഴിയുമ്പോ ഇങ്ങനെ മസിലൊക്കെ പൊങ്ങി വരുന്നില്ലേ? നിങ്ങൾ അതിലൊരു കാര്യം ശ്രദ്ധിച്ചാ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പറയണത് ഇവിടെ ശ്രദ്ധിക്കണം എന്നാണ്. അത് കണ്ട ആ ബൾജിനെസ് കണ്ട? എന്റെ അമ്മോ, അതൊരു വികാരമായിരുന്നു. അതൊരു ഞാനാണ് ഞാൻ ഇതുകൊണ്ട് ഹാഫ് കൈ ഒഴിവാക്കാൻ. അതൊരു പറക്കാൻ പറ്റുമോ? എന്റെ അമ്മേ, പണ്ടത്തെ 90s കിഡ്സിനൊക്കെ ഓർമ്മ ഉണ്ടാവും. സത്യം ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടാണ്. ഫുള്ള് നോക്കണേ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എടുത്തത് കാണാൻ വന്നേക്കാൻ പറ്റി.
എന്തിനാ അടിക്കണേ? It was at this moment that he knew he fucked up. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ഓ മണീന്റെ ബാങ്ക് ആണല്ലേ? അടിച്ചോ അടിച്ചോ, ഒളിക്കടവിൽ അമ്മൂമ്മമാരെ വരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ 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 അടിച്ചോ. സുനിമ പറഞ്ഞേട്ടാ വേണ്ട വേണ്ട ഇത് നോക്കണേ. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ. ഇതൊക്കെ ആരെടുത്ത് അത് നോക്കി ഇജാതി സാധനം നോക്കിയോളെ. കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എന്നീത്. ഇജാതിയുടെ ഇജാതി ഐറ്റമൊക്കെ ഇതെന്തൊരു മാമന്റെ ശബ്ദമാ. അപ്പൊ ഇത്രേ ഉള്ളൂ ഡിസ്കോ ട്രോൾസ്. നമുക്കിനി കുറച്ച് ഫാനാർട്ടൂടെ നോക്കാം. ഫാനാർട്ട് ഫാനാർട്ട് എന്തൊരു പൊടിയല്ലേ. ഷൂ ഒത്തുപൊടി അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങോട്ട് ഇത് പൊടിയില്ലേ അത് ഇജാതി ഉണ്ടാകുന്നു. ഇതാര് മോളിയും താഴോട്ട് നോക്കാം, അതായിരിക്കും നല്ലത്. കുറെ ഉണ്ടോ ഇത്. ആ ഇവിടെയാണ് നമ്മൾ കണ്ടത്. ഹാരൂൺ. വാവ്, ഇതിനകത്ത് ഇനി എന്തെങ്കിലും വെട്ടിക്കയറ്റമുണ്ടോ നിനക്ക്? ഇതിനകത്ത് ഇനി എന്തെങ്കിലും വെട്ടിക്കയറ്റമുണ്ടോ നിനക്ക്? ഇത് എന്തിനിത്? ചുവന്ന പൂ, പച്ചപ്പൂ, നീലപ്പൂ. ഇത് റീത്താ കിടലാണടാ. ആർട്ടിസ്റ്റെക്സ്. ഇതിന് നമ്മുടെ ചെറുക്കൻ, നമ്മുടെ തമിഴിലെല്ലാം നിങ്ങൾ കാണുന്നത് നമ്മുടെ പയ്യൻ്റെ കലാവിരുദ്ധകളാണ്. അണ്ണാ എങ്ങനെയുണ്ട്? എടാ കൊള്ളാടാ. വോക്കറക്സ്. ഇതിനെന്താ സ്ക്രിബിൾ ആർട്ടോ അങ്ങനെ എന്തോ അല്ലേ പറയണേ. നൈസ്. മറ്റേ പ്ലെയർ. അയ്യോ എനിക്ക് ഇവൻ്റെ കളി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഫേവറേറ്റ് ആണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പണ്ട് തൊട്ടേ ഞാൻ കാണുന്നത് തൊട്ട് പുള്ളിയുടെ ഇതാണ് കാണുന്നത്. ഒരു രക്ഷയില്ലടാ, കിടിലം കളിയാണ്, ഒന്നും പറയല്ല. സ്റ്റിക്കറാക്കിയത് ഇതെന്തൊരു. ഒയ്യോ, ഇത് നീ മറ്റേ ഏക്കകത്ത് കയറ്റിയിട്ട് പണിതല്ലേ ഇത്? ഓ ട്രിക്കിയുടെ നോക്ക്. എൻ്റെ അമ്മോ, ഭയങ്കര ജീവനുള്ള പിക്ക് കേട്ടാ. കൊള്ളാം കൊള്ളാം കേട്ടാ, കൊള്ളാം 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 കൊള്ളാം. നെയിം പറ. ഞാൻ സാബു എന്നാണ് വിളിക്കണേ. ഞങ്ങൾ ഇച്ചിരി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ സാബു എന്നാണ് വിളിച്ച് സംസാരിക്കണേ. ഇതെന്തൊരു. ചന്ദ്രന്റെ എവിടെയാണ് ജോക്കിയുടെ തല വെട്ടി വെച്ചിരിക്കുന്നത് നോക്ക്. ഇത് അപമാനിച്ചല്ലേ ഇത് ജോക്കിയെ? ഇത് അപമാനിച്ചല്ലേ ഇത്? ജുവലറി സജു. ഇതെന്തൊരു ഇത് ഉണ്ടാക്കിയതാണാ? കൊള്ളാടാ മോനെ, കൊള്ളാം. കിടിലം കേട്ടാ. റെഡി റൈഡേഴ്സ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയതാ. കൊള്ളാടാ. അയ്യോ നല്ല കഴിവുള്ളതാ. നല്ല കഴിവുണ്ട് നിനക്ക്. കീപ് ട്രൈയിങ്. ഇനിയും കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൂടെ ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. അരുൺ ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ട്. ബ്രൈറ്റ് ഫോക്സ്. എടാ ഇത് കൊള്ളാം കേട്ടാ. എടാ ഇപ്പോഴേ AI വന്നുകൊണ്ട് എനിക്ക് പേടിയാണ്. ആര് വരച്ചതാണോ ഇനി ഇത് അല്ലാതെ ചെയ്തതാണോ എങ്ങനെ ചെയ്തതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
സത്യം പറഞ്ഞാൽ ഇതൊന്നും വരണ്ടായിരുന്നു എന്നാണ് ഇപ്പം തോന്നുന്നത് കേട്ടോ, സത്യമായിട്ടും. ഇനി വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് AI വരും, വോയിസ് കമാൻഡിൽ ചിലപ്പോൾ വേറെ കുറേ സാധനങ്ങൾ വരും, എന്തായാലും വരും, എന്തായാലും ഇനി വരും. അതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ഞാൻ ഈ ഇടയ്ക്ക് ആരുടെയോ കൈമിയുടെ എന്തോ വാലറന്റ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇതാക്കിയായിരുന്നു. അതായത് വീഡിയോയ്ക്കകത്തുനിന്ന് എന്താ മോണ്ടേജസ് ഡിറ്റക്റ്റ് ചെയ്ത് ക്ലിപ്പ് മാത്രമായിട്ട് ഔട്ട് എടുത്ത് തരുന്ന സോഫ്റ്റ്വെയറിൻ്റെ എന്തോ പ്രൊമോഷൻ. ഇനി എഡിറ്റേഴ്സ് ഒന്നും വേണ്ട, എല്ലാം AI ചെയ്യും. ഡെൽറ്റയുടെ ഇത് എന്ത് കിടിലൻ കേട്ടോ, ഇത് കൊള്ളാം കേട്ടോ. എക്സഗൺ ബ്രോ കിടിലൻ, നൈസ്, കൊള്ളാം. ഇതാര് ഇത്? ബ്രൈറ്റ് ഫോക്സ് അല്ലേ ഇത്? എൻ്റെ അമ്മ ഇത് കൊള്ളാം കേട്ടോ, കൊള്ളാം നൈസറാ. ക്യാറ്റ്സി, ഇത് കൊള്ളാം. ഇതിന് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം കേട്ടോ, എക്സഗൺ. ഇത് കൊള്ളാം, ഇത് നൈസ്. ഇത് എനിക്ക് കമ്പാരിറ്റീവ്ലി ഇത് രണ്ടും നോക്കുമ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് പൊളി, ഇതും പൊളി. കാസ്ട്രോ ഫുൾ ആൻഡ്രോയിഡ് ആണ്, ഇഷ്ടമായ ഒന്ന് നോക്കണേ ഇൻസ്റ്റ. ആൻഡ്രോയിഡ് ചെയ്താണോ നീ? സീനടാ, സീൻ. വിഷയം കൊള്ളാം. ഈ വേൾഡ് കപ്പ് ഇംഗ്ലണ്ട് എടുക്കുമെന്ന് പറഞ്ഞു പോസ്റ്റർ ഓൺ ഇൻസ്റ്റ. ഓക്കെ. ഇതൊക്കെ വേൾഡ് കപ്പിൻ്റെ സമയത്തുള്ള സാധനങ്ങൾ കേട്ടോ. പൊടി എന്ന് പറഞ്ഞാൽ മുറ്റം പൊടി. ഫുൾ ആൻഡ്രോയിഡ് ആണ് മൈ ഫസ്റ്റ് വർക്ക്. എടാ നീഡ് ടു ബി ഇംപ്രൂവ് ബ്രോ. ഇതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ നിന്നെ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുമെന്ന് വിചാരിച്ചാൽ മതി. ഇത് കണ്ടോ, ഒരു റിയലിസ്റ്റിക് അല്ല ഇതൊന്നും. ലൈക്ക് ഈ ക്ലൗഡൊക്കെ കാറിൻ്റെ ഇതിനകത്തൊന്നും എങ്ങനെ മറയാണ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വരേണ്ട സാധനമാണ്. കാല് നിലത്തുറച്ചിട്ടില്ല. ഞാൻ എങ്ങോട്ട് നോക്കി ഈ കട്ട് ചെയ്ത പോർഷനുകളിലൊക്കെ ഇതൊക്കെ നീ ഇമ്പ്രൂവ് ആയിട്ട് നീ നല്ലൊരു എഡിറ്ററായിട്ട് വരട്ടെ. ഇത് കൊള്ളാം, നൈസ്. വാസവണ്ണ അന്ന് ഇൻസ്റ്റയിലിട്ട് വരച്ചു തുടങ്ങിയതാ, കംപ്ലീറ്റ് ആക്കാൻ ഡിലേ വന്ന് കോപ്പി ലൈക്കിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല. വൈറ്റിൽ ഷോർട്ടാക്കി അപ്ലോഡ് ആയത് എന്തെങ്കിലും നേരിട്ട് കാണാൻ കൊണ്ടുവന്ന് തരാൻ സാധിക്കുമോ? എൻ്റെ വീട്ടിലോട് എൻ്റെ അമ്മൂ ഞാൻ ഇത് അല്ലാതെ ഓപ്പൺ എൻ്റെ ഗ്ലാസ്സിലെ റിഫ്ലക്ഷൻ വരെ അവൻ വരച്ചു വെച്ചിരിക്കണ്. ഇത് നോക്ക്, എൻ്റെ ഗ്ലാസ്സിലെ റിഫ്ലക്ഷൻ വരെ അവൻ വരച്ചിട്ടുണ്ട്. ബ്രോ ഒരു രക്ഷയില്ല, താങ്ക് യു സോ മച്ച്. ഇത് ബ്രോക്ക് എനിക്ക് നേരിട്ട് കൊണ്ടുതരാൻ ആഗ്രഹമാണെങ്കിൽ നേരിട്ട് വീട്ടിൽ വരിക. മാനസം, പുന്നമ്മൂട്, കൂടൽ, PO, പത്തനംതിട്ട. അതാണ് എൻ്റെ അഡ്രസ്സ്. അതൊന്നെങ്കിൽ ബ്രോ എനിക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ ബ്രോ എനിക്ക് അഡ്രസ്സിൽ അയച്ചു തരിക. അഡ്രസ്സിൽ അയച്ചു തരിക, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് ബ്രോ തന്നെ വന്ന് തരിക. ഓൾവേസ് വെൽക്കം. ഒരു ഉച്ച ഒരു 12 മണി കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കുള്ളിൽ വരണം. അതാണ് എൻ്റെ സമയം, മനസ്സിലായോ? ഇതൊരു രക്ഷയില്ല ബ്രോ, ഇതൊരു രക്ഷയില്ല. കിടിലൻ, ഒന്നും പറയല്ല. കിറ്റി. പക്ഷെ വേറെ എവിടെയോ ഒരു മറ്റേ ദൃശ്യത്തിൽ നായില്ലേ, പുള്ളിക്കാരുടെ ഒരു ഫേസ് കട്ടോട് ഇതിനകത്ത് വന്നോ എന്നൊരു സംശയം. എന്തായാലും കൊള്ളാം, നൈസ് ബ്രോ. ഫാൻ ആർട്ട്, ഹെഡ്ലൈൻ, സ്ട്രീമർ. ഇത് കൊള്ളാടാ. ഇത് കൊള്ളാം കേട്ടോ, ഇത് നൈസ്. റിബലിൻ്റെ നല്ല കളർ കോമ്പിനേഷൻ അതിൽ കൊടുത്തേക്കുന്നത്. ബ്ലൈൻഡ് റിബൽ. കൊള്ളാടാ, പൊളി. ഇവനെ കൊള്ളത്തില്ല, ചെയ്തേക്കുന്നത് കൊള്ളാം, നൈസ്. ലോക്കോ, നൈസറാ, താങ്ക് യു. പേരെന്താണ്? അഭിനവ് അല്ല, അഭിന XV, സാന്റ വാസു. ശരി. ഇത് വരച്ചാണെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇത് മറ്റേ സാധനത്തിനകത്ത് കയറ്റിയതാ. ഫേവറേറ്റ് മൈ ആർട്ട് വർക്ക്, ഡു സപ്പോർട്ട് ഓൺ. ഇത് വരച്ചതാണോ? ഇത് വരച്ചതാണ്. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. ഗൈസ്, നിങ്ങൾ ഇങ്ങനത്തെ വർക്ക്സുകളൊക്കെ എനിക്കൊന്ന് മെയിൽ അയച്ചു തരണേ. instraveler900@gmail.com. അതിലേക്കൊന്ന് instraveler900@gmail.com. അതിലേക്കൊന്ന് ഇതെല്ലാം ഒന്ന് അയച്ചു തരണം. ഇതൊക്കെ നമ്മൾ കണ്ട സാധനങ്ങളാണ്, നോവയുടെ വർക്കുകൾ. നൈസ്. മല്ലു ഗോഡ് ഗെയിമിംഗ്. കാസ്ട്രോടെ ഇത് ഇതിനകത്തുണ്ട്. ഇതെനിക്ക് ഇതെനിക്ക് കിട്ടിയില്ലല്ലോ. പക്ഷേ ഇത് കിട്ടിയോ? എൻ്റെ ഡ്രോയിങ് എല്ലാം ഇവിടെ ഉണ്ടാവും. ഇല്ല, ഇതെനിക്ക് കിട്ടിയിട്ടില്ല. ഇതെൻ്റെ കൈ കിട്ടിയിട്ടില്ല ഇതുവരെ. ഡിസംബർ 19 അയച്ചതല്ലേ? ഇപ്പോൾ 1 മാസമായല്ലോ. ഇതാണോ എടുക്കാൻ വിട്ടുപോയ സാധനം? ഒരു കൊറിയർ വന്നിട്ട് തിരിച്ചു പോയത്. ഇത് ഡെൽറ്റ ഇതൊന്ന് ചോദിക്കണേടാ. ഇതാണോ ഒന്ന് തിരിച്ചു പോയ കൊറിയർ എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കണേ. ഇതെൻ്റെ കിട്ടിയതാണോ? കിട്ടിയിട്ടുള്ള ഒരു പൊട്ടിപ്പോയത് ഞാനും കിട്ടിയിട്ടുള്ള ഫോട്ടോ ആണ്.
ഇതിൻ്റെ അപ്ഡേറ്റ് എടാ ഡെൽറ്റ ഒന്ന് ചോദിക്കണേടാ ബ്രോ, ഇതിൻ്റെ അപ്ഡേറ്റ് എന്നെ ഒന്ന് അറിയിക്കണേ. ഞാനൊരു ഒരു കൊറിയർ എടുക്കാൻ വിട്ടുപോയിട്ട് തിരിച്ചയച്ചായിരുന്നു. അത് ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കുറച്ച് തിരക്കിലായി പോയിട്ട് അത് എടുക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് കുറച്ച് അപ്പുറത്തായിരുന്നു അത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ബാക്കി ഡിസ്കോഡ് റോൾസ് അല്ല ബാക്കി ഇത് നാളെ നോക്കാം. അപ്പോൾ ഇന്നെന്തായാലും വാലോറന്റ് ഇല്ല ഗൈസ്, ഇന്ന് വാലോറന്റ് ഇല്ല. നാളെ എന്തായാലും ആക്ട് റീസെറ്റ് ആവുകയാണ്. നാളെ ആക്ട് ഇതാവും.